ഹായ് ഭുവൻ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവും തിരിച്ചറിവാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ AI അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗൂഗിളൊക്കെ വഴി നമുക്ക് അറിവ് എന്നുള്ള നോളജ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. എല്ലാ മലയാളികൾക്കും അറിയാം വ്യായാമം ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവൂ എന്ന് പറയും. പക്ഷെ നമ്മൾ മലയാളികൾ അതിനായിട്ട് മെനക്കെടാറില്ല. വ്യായാമം ചെയ്താൽ മാത്രമാണ് ആരോഗ്യം ഉണ്ടാവൂ എന്നുള്ളത് ഒരറിവാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് തിരിച്ചറിവായി മാറുന്നുള്ളൂ. നമ്മൾ അതിനെ മെനക്കെടാറില്ല, അത് ചെയ്യാറുമില്ല. രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ വെള്ളമാകുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് ഒരു അറിവാണ്. പക്ഷെ ദാഹിച്ച് വലഞ്ഞ് വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം മുക്കി കൊടുക്കുന്നതാണ് തിരിച്ചറിവ്. അതുപോലെ തന്നെ എല്ലാ മദ്യക്കുപ്പിയുടെയും ലേബലിൽ എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ല. അതൊരു അറിവാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടും കുടിക്കുന്നത് തിരിച്ചറിവില്ലായ്മയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ സിഗരറ്റ് പാക്കറ്റിലും എഴുതി വെച്ചിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. എന്നാലും മനുഷ്യർ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ഒരു അറിവാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടും വലിക്കുന്നത് തിരിച്ചറിവ് ഇല്ലായ്മയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പാലക്കാടുള്ള ആൾക്കാരൊക്കെ പറയും, നമ്മൾ സാധാരണയായിട്ട് പറയാവുന്നതാണ് തക്കാളിപ്പഴം തക്കാളിപ്പഴം എന്ന് പറയും. തക്കാളി പഴമാണോ പച്ചക്കറിയാണോ? എന്നാൽ പഴമാണോ പച്ചക്കറിയാണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, തക്കാളിപ്പഴം ഒരിക്കലും ഫ്രൂട്ട് സാലഡിൽ ചേർക്കാറില്ല. അപ്പോൾ ഒരറിവും തിരിച്ചറിവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.